ബി എസ് എ ഈ ഒരു പേര് കേൾക്കുന്ന സമയത്ത് ഇപ്പം മിക്കവരും ഗോൾഡ് സ്റ്റാർ 650 എന്ന ക്ലാസിക് ലെജൻസ് റിലീസ് ചെയ്യാൻ പോകുന്ന മോട്ടോർ സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ പേര് കേട്ടിട്ടുണ്ടാവുക. പക്ഷെ നമ്മളിൽ മിക്കവരും ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവുക ലേഡി വേർഡ് അതേപോലെ BSA SLR സൈക്കിൾസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ നമ്മൾ 1950s തൊട്ടിട്ട് 1970s വരെയൊക്കെ വണ്ടീനെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരധികവും പറയുക ബ്രിട്ടനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാലത്ത് ട്രയംഫിന് വരെ വാങ്ങിയിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറിങ് കമ്പനിയായിരുന്ന BSA അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്മോൾ ആംസ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചായിരിക്കും. 1940-കൾ മുതൽ 1970-കൾ വരെ ബ്രിട്ടനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിരുന്ന ചില BSA മോട്ടോർ സൈക്കിൾസ് ഇപ്പോഴും ചില കളക്ടേഴ്സിന്റെ അടുത്ത് നിധി പോലെ അവർ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. 1901-ൽ റോയൽ എൻഫീൽഡ് അവരുടെ ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ ഇറക്കി വെറും 9 വർഷത്തിന് ശേഷമാണ് BSA അവരുടെ ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുന്നത്. 1910-ലാണ് അവർ ആദ്യമായി മോട്ടോർ സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും ഈ കമ്പനിക്ക് 1861 മുതലുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. 2016-ൽ മഹീന്ദ്രയുടെ കീഴിലുള്ള ക്ലാസിക് ലെജൻസ് അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള കമ്പനിയുടെ ഹിസ്റ്ററിയെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. 1861-ൽ ബ്രിട്ടീഷ് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് തോക്കുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബർമിംഗ്ഹാം എന്ന സ്ഥലത്ത് തുടങ്ങിയ കമ്പനിയാണ് ബർമിംഗ്ഹാം സ്മോൾ ആംസ് അല്ലെങ്കിൽ BSA എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഒരു കമ്പനി ലാഭത്തിലായ ശേഷം തോക്കുകൾ ഉണ്ടാക്കുന്നതിന് പുറമെ 1880-കളിൽ കമ്പനി സൈക്കിൾ മാനുഫാക്ചറിംഗിലേക്ക് തിരികെയും 1903 മുതൽ 1910 വരെയുള്ള കാലഘട്ടങ്ങളിൽ മോട്ടോറൈസ് സൈക്കിൾസ് ഉണ്ടാക്കുന്നതിലും അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾസ് ഉണ്ടാക്കുന്നതിലും കമ്പനി ഫോക്കസ് ചെയ്തു. ഇതിനുശേഷം 1903 മുതൽ മോട്ടോറൈസ് സൈക്കിൾസും അതുപോലെ 1910-ൽ 3.5 ഹോഴ്സ് പവർ ഉള്ള ആദ്യത്തെ മോട്ടോർ സൈക്കിളും ഇവർ റിലീസ് ചെയ്തു. ഇതേ വർഷം അതായത് 1910-ൽ തന്നെ ഇവര് ഡെയിംലർ എന്ന കാർ മാനുഫാക്ചറിംഗ് കമ്പനിയെ വാങ്ങുകയും വേൾഡ് വാർ 2-ൽ 1914 മുതൽ ആംബുലൻസുകളും കാറുകളും വരെ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ഇവര് നിർമ്മിച്ചു നൽകിയിരുന്നു. 1919-ൽ വേൾഡ് വാർ 1 കഴിഞ്ഞ ശേഷം 1939 വരെയായിരുന്നു BSA ടെക്നോളജിക്കലി ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ചെയ്തിരുന്നത്. ഈ ഒരു കാലയളവിൽ തന്നെ എയർകോ എന്ന് പേരുള്ള എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയെ വരെ BSA വാങ്ങിയിരുന്നു. എയർകോ അക്വയർ ചെയ്ത ശേഷം കമ്പനി എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗിലേക്ക് വന്നില്ലെങ്കിലും എയർകോയുടെ ഡിസൈനേഴ്സിന്റെ സഹായത്തോടെ കമ്പനി സ്വന്തമായിട്ട് കാറുകൾ ഡെവലപ്പ് ചെയ്തിട്ട് വിറ്റിരുന്നു. 1930-കളിൽ BSAക്ക് ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉണ്ടായിരുന്ന ഒരു മോട്ടോർ സൈക്കിൾസിന്റെ ഒരു വലിയ ലൈനപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ലൈനപ്പിൽ തന്നെ ഏറ്റവും പെർഫോമൻസ് കൂടിയതും അന്ന് ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡും ആയിരുന്ന മോട്ടോർ സൈക്കിൾസിൽ ഒന്നാണ് ഇപ്പോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര റിലീസ് ചെയ്യാൻ പോകുന്ന ഗോൾഡ് സ്റ്റാർ എന്നുള്ള പേരിൽ ഇറങ്ങിയിരുന്ന ബൈക്ക്. യഥാർത്ഥത്തിൽ ഗോൾഡ് സ്റ്റാറിന് ഈ ഒരു പേര് വന്നതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. 1937-ൽ ബ്രുക്ലാൻഡ്സ് റേസിംഗ് സർക്യൂട്ടിൽ വെച്ചിട്ട് വാൾ ഹെൻറി എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ റേസർ അവരുടെ തന്നെ എംപയർ സ്റ്റാർ എന്ന് പേരുള്ള ഒരു മോട്ടോർ സൈക്കിൾ വെച്ചിട്ട് ഈ സർക്യൂട്ടിൽ 160 km/h അല്ലെങ്കിൽ 100 miles/h സ്പീഡ് ക്ലോക്ക് ചെയ്തു. ഇത് അന്നത്തെ ഒരു വലിയ ടോപ്പ് സ്പീഡായിരുന്നു മോട്ടോർ സൈക്കിൾസിന് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ ഒരു അച്ചീവ്മെന്റിന് അദ്ദേഹത്തിന് ഈ ഒരു റേസിംഗ് സർക്യൂട്ട് നൽകുന്ന ഒരു ബഹുമതി ഉണ്ട്, അതായത് ഒരു ഗോൾഡ് സ്റ്റാർ ബഹുമതി. ആ ബഹുമതി നൽകുകയുണ്ടായി. അപ്പോ എന്തുകൊണ്ട് പെർഫോമൻസിന്റെ പീക്കായിട്ടുള്ള ഈ ഒരു ഗോൾഡ് സ്റ്റാർ എന്നുള്ള പേര് കൊണ്ട് തന്നെ ഒരു പെർഫോമൻസ് മോട്ടോർ സൈക്കിൾ ഉണ്ടായിക്കൂടാ എന്നുള്ള രീതിയിൽ BSA 1938-ൽ അതായത് ഇദ്ദേഹം ഈ റെക്കോർഡ് അച്ചീവ് ചെയ്തതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ BSA ഗോൾഡ് സ്റ്റാർ എന്നുള്ള പേരിൽ ഒരു 500cc മോട്ടോർ സൈക്കിൾ ഇറക്കി. 30 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിന് M24, JM24, KM24 എന്നീ പേരുകളിൽ ഡിഫറെന്റ് വേരിയൻസ് അവൈലബിൾ ആയിരുന്നു. ഈ ഒരു മോട്ടോർ സൈക്കിൾ ആ കാലഘട്ടത്തിലെ ലോകത്തിൽ മൊത്തം പ്രൊഡ്യൂസ് ചെയ്തിരുന്ന മോട്ടോർ സൈക്കിളുകളിൽ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് മോട്ടോർ സൈക്കിൾ ആയിരുന്നു. 1945-ൽ വേൾഡ് വാർ 2 കഴിഞ്ഞതിന് ശേഷം ഗോൾഡ് സ്റ്റാറിന്റെ തന്നെ ഒരു 348cc സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളും BSA ഇറക്കിയിരുന്നു. ഈ ഗോൾഡ് സ്റ്റാർ എന്ന പേരിലുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ 1963-ൽ പ്രൊഡക്ഷൻ നിർത്തുന്നത് വരെ ലോകമെമ്പാടും നടന്നിരുന്ന റേസിംഗ് ഇവന്റുകളിലൊക്കെ സ്ഥിര സാന്നിധ്യമായിരുന്നു. എന്തിനേറെ പറയണം, 1949 മുതൽ 1956 വരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രീറ്റ് റേസിംഗ് ഇവന്റായ ഐൽ ഓഫ് മാൻ TTയിൽ വിവിധ കാറ്റഗറികളിലായിട്ട് 11 ചാമ്പ്യൻഷിപ്പുകളാണ് ഗോൾഡ് സ്റ്റാർ മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ചിട്ട് റേസേഴ്സ് അച്ചീവ് ചെയ്തിരുന്നത്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ എന്താണ് 1950-കളിൽ BSA ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറർ ആയിരുന്നു. ഈ ഒരു കാലയളവിൽ തന്നെ അവർ ട്രയംഫ് മോട്ടോർ സൈക്കിൾസിനെ മൊത്തമായി അക്വയർ ചെയ്യുകയും ചെയ്തിരുന്നു. കണക്കുകൾ പ്രകാരം 1950 മുതൽ 1960-കൾ വരെ ലോകത്തിൽ മൊത്തം വിറ്റിരുന്ന മോട്ടോർ സൈക്കിൾസിൽ 4-1 ഒരു BSA ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ 1960-കളുടെ അവസാനം വരെ ഈ ഒരു മോട്ടോർ സൈക്കിൾ വേൾഡ് വൈഡ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഈ ഒരു കാലയളവിൽ തന്നെയാണ് ഇന്ത്യയിലും ഇപ്പോൾ റെയറായി കണ്ടുവരുന്ന ഈ പഴയ BSA മോട്ടോർ സൈക്കിൾസ് എത്തിയത്. 1970-കളുടെ തുടക്കത്തിൽ ജാപ്പനീസ് മോട്ടോർ സൈക്കിൾസിന്റെ കടന്നുവരവോടുകൂടി
മിക്ക ബ്രിട്ടീഷ് കമ്പനികൾക്കും സംഭവിച്ച പോലെ തന്നെ BSAയുടെയും സെയിൽസ് കുറഞ്ഞു. മാത്രമല്ല കമ്പനിയുടെ മിസ്മാനേജ്മെന്റിലൊക്കെ ഉണ്ടായിരുന്ന കുറെ പ്രശ്നങ്ങൾ കൊണ്ട് കമ്പനി പെട്ടെന്ന് തന്നെ നഷ്ടത്തിലേക്ക് ആവുകയും ചെയ്തു. 1971 കമ്പനിയെ റിവൈവ് ചെയ്യാം എന്നുള്ള ഒരു അവസാന ശ്രമമായിട്ട് അവർ ട്രയംഫിന്റെയും BSAന്റെയും കൂടി 13 മോട്ടോർ സൈക്കിൾസിന്റെ ഒരു ലൈനപ്പ് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ ഒരു ശ്രമവും വെളിച്ചം കണ്ടില്ല. അങ്ങനെ 1973 കമ്പനി ഷട്ട് ഡൗൺ ചെയ്യുകയും ചെയ്തു. 1973 കമ്പനി ഷട്ട് ഡൗൺ ചെയ്ത ശേഷം ഇത് നോർട്ടൺ വില്ലിയേഴ്സ് എന്ന കമ്പനിയുടെ കീഴിൽ മെർജ് ആവുകയും ചെയ്തു. ഈ നോർട്ടൺ വില്ലിയേഴ്സ് ഇപ്പോ TVS ഓൺ ചെയ്യുന്ന കമ്പനിയാണ്. അതിന്റെ റൈറ്റ്സ് ഒക്കെ TVS റീസെന്റ് ആണ് പർച്ചേസ് ചെയ്തത്. 1973 പ്രൊഡക്ഷൻ നിർത്തിയ ഈ ഒരു കമ്പനിയെ 2014 ക്ലാസിക് ലെജൻഡ്സ് അക്വയർ ചെയ്യുകയും BMW മോട്ടോർ സൈക്കിൾസിന് വരെ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്ന റോട്ടാക്സ് എന്ന കമ്പനിയുടെ സഹായത്തോടെ 650cc ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പുതിയ ഗോൾഡ് സ്റ്റാർ 650യിൽ യൂസ് ചെയ്തിരിക്കുന്ന എഞ്ചിൻ BMWയുടെ F650 എന്ന മോട്ടോർ സൈക്കിളിൽ യൂസ് ചെയ്തിരുന്ന 652cc എഞ്ചിൻ ഡെവലപ്പ് ചെയ്ത അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. 2016 മുതൽ ഇത്രയും കാലത്തെ ഡെവലപ്മെന്റിന് ശേഷം 2024 ഓഗസ്റ്റ് 15 BSA ഗോൾഡ് സ്റ്റാർ 250 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാൻ അതിലും നല്ലൊരു ദിവസമില്ല. 200 വർഷത്തിലധികം നമ്മളെ കോളനൈസ് ചെയ്തിരുന്ന ബ്രിട്ടീഷേഴ്സിന്റെ ഐക്കോണിക് ആയ 3 ബ്രാൻഡുകൾ, അതായത് റോയൽ എൻഫീൽഡ്, നോർട്ടൺ, അതുപോലെ BSA, ഇത് മൂന്നും ഇന്ന് ഇന്ത്യൻ കമ്പനീസ് ആണ് ഓൺ ചെയ്യുന്നത്. അപ്പോ അതിനൊരു സ്വീറ്റ് റിവെഞ്ച് എന്നുള്ള രീതിയിൽ നമ്മളുടെ തന്നെ സ്വാതന്ത്ര്യദിനം തെരഞ്ഞെടുത്തത് എത്ര നല്ല കാര്യമാണ്. ക്ലാസിക് ലെജൻഡ്സ് ജാവ, SB പോലുള്ള കമ്പനികളെ രണ്ടാമത് റിവൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവർക്ക് കാര്യമായ സക്സസ് ഇതുവരെ അതിൽ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ BSA പോലെ ഒരു ഐക്കോണിക് ആയ ഒരു ബ്രാൻഡിനെ റിവൈവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ തന്നെ പേര് കേട്ടിരുന്ന ഒരുപാട് മോട്ടോർ സൈക്കിൾസ് പണ്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ റിവൈവ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഇതിനെ സെല് ചെയ്യാൻ മഹീന്ദ്രക്ക് നന്നായി സാധിക്കും. ക്ലാസിക് ലെജൻഡ്സിന് ഇപ്പോൾ പഴയ മോട്ടോർ സൈക്കിൾസ് റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു വലിയ ലൈനപ്പ് തന്നെ BSA ഫണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാൻറ്റം, സൂപ്പർ റോക്കറ്റ്, തണ്ടർബോൾട്ട്, ലൈറ്റ്നിങ്, സ്പിറ്റ്ഫയർ, ഫ്യൂരി, സ്റ്റാർഫയർ പോലെ കുറെ ഹിസ്റ്റോറിക് ആയ മോട്ടോർ സൈക്കിൾസ് BSAക്ക് ഉണ്ടായിരുന്നു. സോ മഹീന്ദ്രയുടെ ഈ ഒരു നീക്കത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? റോയൽ എൻഫീൽഡ് വേൾഡ് വൈഡ് ആയിട്ട് അച്ചീവ് ചെയ്ത ഈ ഒരു സക്സസ് BSAക്കും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുമോ? അതുപോലെ അവർ പുതിയതായി ലോഞ്ച് ചെയ്ത അവരുടെ മോട്ടോർ സൈക്കിൾസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയുക. And most importantly, if you like the video, don't forget to subscribe.